ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയ്ക്കുവാൻ, ലോകത്തിന് നന്മ ചൊരിയുവാനായി ദൈവം മനുഷ്യനായി അവതരിച്ചു. നക്ഷത്രങ്ങൾ വർണ്ണം വിരിക്കുന്ന ആകാശത്ത് മാലാഖമാർ ക്രിസ്മസ് ഗാനം ആലപിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ആഗതമായിക്കൊണ്ടിരിക്കുന്ന പിറവി തിരുനാൾ ആശംസകൾ. ആഗമനകാലത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 25 മുതൽ 28 വരെയും 34 മുതൽ 36 വരെയുമുള്ള തിരുവചന ഭാഗങ്ങളാണ്. മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിൽ ദിവ്യരക്ഷകൻ ഒരു കന്യകയിൽ നിന്ന് ജാതനായി. മനുഷ്യപാപങ്ങൾക്ക് പരിഹാര ബലിയായി ലോകരക്ഷകൻ ഭൂമിയിൽ ആഗതനായി. എന്നാൽ ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനായി വരുന്ന വിധിയാളനായ യേശുവിനെയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിലൂടെ വിവിധ വ്യക്തികളിലൂടെ യേശു നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അന്ന് ജെറുസലേം നിവാസികൾ ഒന്നാകെ ഏറ്റവും ഒരുക്കത്തോടും തീക്ഷ്ണതയോടും പ്രാർത്ഥനയോടും കൂടി ദിവ്യരക്ഷകനായ യേശുവിൻ്റെ വരവിനായി കാത്തിരുന്നതുപോലെ ഇന്ന് അതീവ കരുതലോടും ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി ലോകരക്ഷകന്റെ വരവിനായി കാത്തിരിക്കുവാൻ ഇന്നത്തെ തിരുവചന ഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലെ പുണ്യപ്രവർത്തികളും നന്മകളും നമ്മുടെ എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും ക്ലേശങ്ങളും ദുഃഖസന്തോഷങ്ങളുമെല്ലാം പുൽക്കുട്ടിൽ പിറന്ന ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നാഥനും രക്ഷകനുമായ അവിടുത്തെ വരവിനായി നമുക്കും കാത്തിരിക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി.